നടിയെ ആക്രമിച്ച കേസിൽ പ്രതി വിഷ്ണുവിന്റെ മൊഴി പുറത്ത്. പൾസർ സുനിക്ക് ഫോൺ എത്തിച്ചത് താനാണ് എന്ന് വിഷ്ണു. ഷൂവിൽ ഒളിപ്പിച്ചാണ് ഫോൺ കൈമാറിയത്. ഈ ഫോണിൽ നിന്നാണ് സുനി ദിലീപിന്റെ മാനേജറെ വിളിച്ചത് എന്നും വിഷ്ണുവിനെയും സഹതടവുകാരൻ സനൽകുമാർ എന്നിവരെയും റിമാൻഡ് ചെയ്തു. നാദിർഷ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, ഡ്രൈവർ എന്നിവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി KN ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഈ വിഷ്ണു ആണോ സുനിക്ക് മൊബൈൽ എത്തിച്ചു കൊടുത്തത്? അതിൽ നിന്നായിരുന്നല്ലോ ഈ കോൾ പോയിരുന്നത്. അരുൺ, വിഷ്ണുവിനെ ഇന്നലെയാണ് പോലീസ് പിടികൂടിയത്. ഇതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇയാൾ പൾസർ സുനിയെ സഹായിച്ചു എന്ന കാര്യം വ്യക്തമായത്. സഹായം ചെയ്തു കൊടുത്തത് ഫോൺ എത്തിച്ചുകൊണ്ടാണ് ഇയാൾ സഹായിച്ചത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു സംഭാഷണം പുറത്തു വന്നിരുന്നു. അത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായി നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെയാണ്. ഇത് ആദ്യം വിഷ്ണുവിന്റെ ശബ്ദമാണ് എന്നാണ് ആദ്യം പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് പൾസർ സുനിയാണ് എന്ന് വ്യക്തമായി. അപ്പോൾ പൾസർ സുനിക്ക് ഫോൺ എത്തിച്ചു കൊടുത്തത് ഈ വിഷ്ണുവാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വിഷ്ണു ഇത് ഷൂവിൽ ഒളിപ്പിച്ചു കടത്തിയാണ് പൾസർ സുനിയുടെ കൈവശം എത്തിച്ചത്. ഈ ഫോണിൽ നിന്നാണ് ഈ പൾസർ സുനി ദിലീപിന്റെ മാനേജറെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അത്തരത്തിലുള്ള പങ്കാളിത്തം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുവിനെയും ഒപ്പം മറ്റ് ചില സഹായങ്ങൾ ചെയ്തു കൊടുത്ത സനൽകുമാറിനെയും, ഇയാൾ വിഷ്ണുവിന്റെ സഹതടവുകാരനാണ്, ദിലീപിന് കത്ത് കൈമാറിയതടക്കമുള്ള വിഷയങ്ങളിൽ ഈ സനൽകുമാറിന്റെ പങ്കുണ്ട് എന്ന കാര്യം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചനയിൽ ഇവരെല്ലാം പങ്കാളികളാണ് എന്ന് പോലീസിന് ഇന്നലെ രാത്രി തന്നെ ബോധ്യപ്പെട്ടു. കുറ്റം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, കോടതി അവധിയാണെങ്കിൽ തന്നെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഈ രണ്ടുപേരെയും ഇന്നലെ തന്നെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം റിമാൻഡിലായിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇത് കുറ്റപത്രം സമർപ്പിച്ച ശേഷം വീണ്ടും അന്വേഷണം തുടങ്ങിയതാണ്. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ദിലീപ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്ന പരാതി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. എന്നാൽ ഈ പരാതിയിൽ പ്രത്യേകമായി ഒരു അന്വേഷണമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗൂഢാലോചന ആണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, ഉമേഷ്, ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ക്ലോസ് ചെയ്തെടുത്തുനിന്ന് കുറ്റപത്രം സമർപ്പിച്ചെടുത്തുനിന്ന് പുതിയ അന്വേഷണമാണല്ലോ നിലവിലുണ്ടായിരിക്കുന്നത്. അതായത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇനിയും കസ്റ്റഡിയിൽ വാങ്ങേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടോ? നിലവിൽ അത്തരത്തിൽ പോലീസ് തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി പലരിൽ നിന്നും പോലീസിന് മൊഴിയെടുക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാദിർഷ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, ഇവർ രണ്ടുപേരും ഈ ഫോൺ അറ്റൻഡ് ചെയ്ത രണ്ടുപേരാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ കോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തും. ഇതുകൂടാതെ ദിലീപിന്റെ ഡ്രൈവറിൽ നിന്നും മൊഴിയെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മൂന്നുപേരുടെയും മൊഴിയാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ദിലീപിന്റെ മൊഴിയും രേഖപ്പെടുത്തും. അത് ദിലീപ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും ദിലീപിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് വളരെ രഹസ്യമായി തന്നെയാണ് നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു അന്വേഷണ വിവരങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളുമായി കൂടുതൽ പങ്കുവെക്കാതെ വളരെ രഹസ്യമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ രണ്ടുപേരെ പിടികൂടുകയും ഇത്തരത്തിൽ വളരെ വിശദമായി ചോദ്യം ചെയ്ത് അവരുടെ കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ പോലീസ് വളരെ രഹസ്യമായി തന്നെ ഇതിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഈ ഗൂഢാലോചനയുടെ കാര്യം പ്രത്യേകം അന്വേഷിക്കുമ്പോൾ ഈ മൂന്നുപേരല്ലാതെ പുറത്തുനിന്നുള്ളവരുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടോ ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിൽ? ഉമേഷ്, തീർച്ചയായും പുതിയ രണ്ടുപേരെയാണ് ഇപ്പോ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തത്, വിഷ്ണുവും സനൽകുമാറും. ഈ രണ്ടുപേരിൽ നിന്ന് മറ്റാരെ കുറിച്ചെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചും പോലീസിന് സൂചനയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് സിനിമാ മേഖലയിലുള്ളവർ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊന്നും പോലീസ് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. എന്തായാലും രഹസ്യമായി തന്നെ അവരെ കേന്ദ്രീകരിച്ച് നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇവരുടെ ഫോൺ രേഖകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തി ഇത്തരത്തിൽ ഈ കുറ്റത്തിൽ പങ്കാളിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഈ വിഷ്ണുവിന്റെ മൊഴി പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, ഫോൺ എത്തിച്ചു കൊടുത്തത് വിഷ്ണു ആണ്, അതിൽ നിന്നാണ് വിളിച്ചത് എന്ന്. എങ്ങനെയായിരുന്നു അതിന്റെ പദ്ധതി എന്നാണ് പോലീസ് പറയുന്നത്? അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയോടൊപ്പം തടവിൽ കഴിഞ്ഞ ആളാണ് വിഷ്ണു.
പിന്നീട് വിഷ്ണു പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഈ സമയങ്ങളിലാണ് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് എന്നാണ് അറിയുന്നത്. ഫോൺ എത്തിച്ചു കൊടുക്കാനായി വിഷ്ണു സഹായിച്ചിരിക്കുന്നു. ഫോൺ ഈ വിഷ്ണുവിന്റെ ഷൂവിന്റെ അടിഭാഗം കീറി അതിൽ ഫോൺ ഒളിപ്പിച്ചുകൊണ്ടാണ് ജയിലിനകത്തേക്ക് കടത്തിയത് എന്നാണ് പോലീസിന് വിഷ്ണു മൊഴി നൽകിയിരിക്കുന്നത്. അക്കാര്യം വിഷ്ണു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നാണ് പിന്നീട് പൾസർ ദിലീപിന്റെ മാനേജർ അടക്കമുള്ളവരെ ഫോൺ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വിഷ്ണു എന്നുള്ള കാര്യം പോലീസിനെ ഈ ചോദ്യം ചെയ്യലിൽ തന്നെ വ്യക്തമായിരുന്നു. ഇത്തരത്തിലാണ് ഇവർ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത്. ഇവരെല്ലാം ചേർന്ന് ഈ സഹതടവുകാരായി ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്, ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരിക്കുന്നത് എന്ന കാര്യം പോലീസിന് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഈ കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ടോ? ഈ പൾസർ സുനി എഴുതിയ കത്ത് ദിലീപിന്റെ അടുത്തേക്ക് എത്തിച്ചത് ഈ വിഷ്ണു ആയിരുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിരുന്നല്ലോ, അക്കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ കത്ത് എഴുതിയത് സുനി നേരിട്ടല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും ജയിലിൽ വെച്ച് എഴുതപ്പെട്ട ഈ കത്ത് പിന്നീട് ഒന്നിലധികം പേർ ചേർന്നുകൊണ്ടാണ് ദിലീപിന്റെ ആളിലേക്ക് എത്തിച്ചത് എന്ന സൂചനയുണ്ട്. ഇത് ആദ്യം സനൽകുമാർ എന്നയാളുടെ കയ്യിൽ കൊടുക്കുന്നു. പിന്നീട് മരട് കോടതി പരിസരത്ത് വെച്ച് വിഷ്ണുവിന് ഈ കത്ത് കൈമാറുന്നു. പിന്നീട് വിഷ്ണുവാണ് ഈ കത്ത് ദിലീപുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൈമാറുന്നത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ്. ഇത്തരത്തിലാണ് ഇവർ ഇതിലെല്ലാം പങ്കാളികളായിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റ് സഹതടവുകാർക്ക് ആർക്കെങ്കിലും ഇതുമായി പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഈ രണ്ടുപേരുടെ കാര്യമാണ് പങ്കാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് ഇയാൾക്കൊപ്പം അതേ കാലഘട്ടത്തിൽ ജയിലിൽ കഴിഞ്ഞപ്പോഴെല്ലാം പലരോടും സുനി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ഈ കേസിൽ സഹതടവുകാരനായി കഴിയുകയായിരുന്നില്ല ഈ സനലും വിഷ്ണുവും. അപ്പൊ എങ്ങനെയാണ് ഈ ഫോൺ എത്തിച്ചത് എന്നാണ് പറയുന്നത്? പല കാലഘട്ടങ്ങളിലാണ് ഇവർ ഉണ്ടായിട്ടുള്ളത്. ആദ്യം പുറത്തു വന്നത് വിഷ്ണുവാണ്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ വിഷ്ണു ജയിലിൽ കിടക്കുന്ന സുനിയോടൊപ്പം ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവരുമായി പദ്ധതി ആസൂത്രണം ചെയ്തത്. ഫോൺ എത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് ആസൂത്രണം ചെയ്യുകയും പിന്നീട് വിഷ്ണു പരോളിലും മറ്റും പുറത്തു പോയ സമയത്താണ് ഈ ഫോൺ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തത്. ഒരുപക്ഷെ വിഷ്ണു നേരിട്ടായിരിക്കില്ല ഇത് പൾസർ സുനിയുടെ കയ്യിൽ എത്തിച്ചത് എന്നും പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ കണ്ണികളാണ് പോലീസിന് അറിയാനുള്ളത്. ഇതിന്റെ ആദ്യ കണ്ണിയാണ് ഈ ഫോൺ എത്തിച്ചു കൊടുത്തതിൽ ആദ്യ കണ്ണിയാണ് വിഷ്ണു. മറ്റുള്ളവരെ കൂടി പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട അവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാവുകയുള്ളൂ. കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി വിഷ്ണുവിന്റെ മൊഴി പുറത്ത്. പൾസർ സുനിക്ക് ഫോൺ എത്തിച്ചത് താനാണ് എന്ന് വിഷ്ണു. ഷൂവിൽ ഒളിപ്പിച്ചാണ് ഫോൺ കൈമാറിയത് എന്നും വിഷ്ണു.